നമസ്കാരം. ഗിർ എന്താ വിചാരിക്കേണ്ട അവനെന്താ ഭ്രാന്തായെന്നുള്ളത്? ഭ്രാന്തല്ല, നമ്മുടെ പടത്തിന്റെ പേരാണ്. നമ്മുടെ ചാക്കോച്ചൻ, സുരാജ് വെഞ്ഞാറമൂട്, മഞ്ജു പിള്ളയൊക്കെ അഭിനയിക്കുന്ന ഒരു പടത്തിന്റെ പേര് ഗിർ എന്നാണ്. തിരുവനന്തപുരത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ആസ്പദമാക്കിയിട്ട് എടുത്ത ഒരു പടമാണ്. ജയ്ക്ക് അവരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കും ഈ ഒരു പടം എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം അതിന്റെ ട്രെയിലർ എല്ലാം വന്നതെല്ലാം അങ്ങനെയായിരുന്നു, ടീസറൊക്കെ വന്നത് അങ്ങനെയായിരുന്നു. ഒരു മ്യൂസിയത്തിനകത്ത് കയറി, സിംഹക്കൂട്ടിനകത്ത് കയറി ഒരു യുവാവിന്റെ പരാക്രമം കണ്ട് ഒരു ന്യൂസൊക്കെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പടത്തിന്റെ ആ ഒരു ഇതാണ് ഗിർ എന്ന് പറഞ്ഞ പടം. അപ്പൊ അതിന്റെ ട്രെയിലർ നിലവിൽ വന്നിട്ടുണ്ട്. രസകരമായ ട്രെയിലറാണ്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ചാക്കോച്ചൻ മറ്റൊരു ദുരഭിമാന കൊലയോ അവന്റെ കൂട്ടുകാരനോ അവൻ സിംഹം വിളിച്ചു കർമ്മം ചെയ്യും. തലയ്ക്ക് വെളിവില്ലാത്ത ആളാട്ടോ. കാരണം ഇത് റിയൽ സിംഹത്തിനായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട് എന്നാണ് നിലവിലെ ആ ഇന്റർവ്യൂലൊക്കെ പറയുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പടം എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അകപ്പെട്ടു, പിന്നെ അവിടെ നിന്ന് സർവൈവ് ചെയ്യുന്ന ഒരു പടമാണെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്ത് എടുക്കാൻ അടിപൊളിയായിരിക്കും. അതല്ല അതിനിങ്ങനെ വലിപ്പിച്ച് ഒരുമാതിരി എന്താ പറയുക, നമ്മൾ ഈ ടിൻറ്റുമോൻ കോമഡി പോലെ എഴുതി വെച്ച കോമഡി പോലെയൊക്കെ നിലവിൽ കേട്ട മറന്ന കോമഡി ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, നമുക്ക് ഈ സ്കിറ്റുകളിലൊക്കെ വരുന്ന കോമഡി സ്റ്റാർസിലൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ളതൊക്കെ വെച്ച് അലക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പടം ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഇത് നല്ല രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ കൊണ്ട് നമ്മളെ അത്രയും എൻഗേജ്ഡ് ആയിട്ട് പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചത് നല്ലൊരു വിജയമായിട്ട് മാറും. ഫാമിലി ഇരച്ചു കയറാൻ ചാൻസ് ഉള്ള ഒരു ഇത് തന്നെയാണ്. അതിനുള്ള നല്ലൊരു കണ്ടന്റ് തന്നെയാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കാൻ അപ്പുറത്തല്ല. സാധാരണ ഒരാള് ഇങ്ങനെ അതിനോടത്തോട് ചാടി അതൊന്ന് എങ്ങനെ അവർ തിരിച്ചു കയറുക എന്നുള്ളതല്ല. ഇതിൽ ത്രൂ ഔട്ട് സുരാജ് വെഞ്ഞാറമൂടും ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നല്ലൊരു കോമഡി നമുക്ക് പ്രതീക്ഷിക്കാം. നിന്റെ അച്ഛന്റെ മുന്നിൽ വന്ന് നെഞ്ചും മരിച്ച് പെണ്ണെ വയ്ക്കും. നിന്നെ സിംഹക്കൂട്ടിലാണ് പ്രസവിച്ചത്. കട്ട് ചെയ്തോ? വീട്ടിൽ മിക്കവാറും നീ സ്റ്റാർട്ടറും ഞാൻ മെയിൻ കോഴ്സും ആവും. അല്ലേ, ഇതൊരു ക്ലീൻ എന്റർടൈൻമെന്റ്. ഈ ഒരു രീതിയിൽ തന്നെ പോയി കഴിഞ്ഞ പടം ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്മളിതിന് മുമ്പും കണ്ടിട്ടുള്ളല്ലേ, ഒരു ഇങ്ങനെ പോണത്, ഇപ്പൊ കണ്ടതിനെ കാണിച്ച് എന്നുള്ള പോക്ക്. ആ പോക്കില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പടം നല്ല രീതിയിലുള്ള കുഞ്ഞു പടമാണ്. നമ്മൾ ആ ഒരു തിരുവനന്തപുരം മ്യൂസിയൊക്കെ അവർ ആ ഒരു സെറ്റ് പോലെയാണ് അവർ ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. അതിനകത്തുള്ള ഒറിജിനൽ സീൻസും നിലവിൽ ഉണ്ട് എന്നാണ് അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടോ. എത്തുന്നതോടെ രക്ഷാപ്രവർത്തനം വിജയകരമാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചാനൽ കാണുന്നവർക്ക് തോന്നണം അവരാണ് സിംഹത്തിന്റെ കൂട്ടിലെന്ന്. മനസ്സിലായോ? നിന്റെ ശവം കരമനയായിട്ട് പോകും. വികസനം പ്രേമമാണ് വിഷയം. പ്രേമം എന്റെ മക്കൾക്കൊന്നും വരുത്തിയേക്കല്ലേ. ഗിർ പടം ജൂൺ 14 ഈ ആഴ്ച റിലീസാണ്. എന്തായാലും നല്ലൊരു കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം സിംഹക്കൂട്ടിലകപ്പെട്ട ആ ഒരു യുവാവിനെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നു, അത് നല്ല രസകരമായിട്ട് എടുത്തു വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു നമുക്ക് ഈ പടത്തിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും നല്ല രീതിയിൽ വരട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചാക്കോച്ചന്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ എല്ലാം ഒന്ന് വെറൈറ്റി ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. ആ ചോക്ലേറ്റ് ഹീറോ എന്നുള്ള പേരൊക്കെ മാറി എന്നുള്ള ലെവലിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും സുരാജ് വെഞ്ഞാറമൂട് ചാക്കോച്ചൻ കോമ്പോ എന്തായാലും നമ്മൾ നിരാശപ്പെടുത്തില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. പടം എല്ലാം തീരുമാനിക്കേണ്ടത് 14-ാം തീയതി 11:30 ഷോയിലൂടെയാണ് നമുക്ക് തീരുമാനിക്കുന്നത്.
പടം എങ്ങനെ വരുന്നുള്ളത്. എന്തായാലും നല്ല രീതിയിൽ വരും, എന്തായാലും നല്ല കോമഡി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സർവൈവൽ എന്നുള്ള സാധനം എടുത്ത് ഇടുമ്പോൾ ആ ഒരു ഇതിനെ വീണ്ടും ആവർത്ത വിരസതയായിട്ട് ഇങ്ങനെ അതന്നെ റിപ്പീറ്റേഷൻ കാണിച്ച് പോകുമ്പോഴാണ് ചിലവർക്ക് അത് ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അതല്ല, ഇതിൽ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ട്, ഫാമിലി കയറും. കാരണം അങ്ങനെയുള്ള പടങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇഷ്ടപ്പെടുന്നത്. കാരണം കേരള ജനത ഇപ്പോൾ പറയുന്നത് ഇതേപോലുള്ള ത്രില്ലർ, ക്രൈം ത്രില്ലർ, സൈക്കോ, ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് പടങ്ങളെല്ലാമാണ് പ്രേക്ഷകർ ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കണ്ടന്റ് ആണെങ്കിൽ പടം നല്ല രീതിയിൽ തന്നെ ക്ലിക്കാവും. അതിപ്പോൾ ഏത് തന്നെ ആയാലും ഇനിയിപ്പോൾ റിവേഴ്സിനൊന്നും കുറ്റം പറയാൻ നിൽക്കണ്ട. പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ 100% അത് വിജയമായിട്ട് തന്നെ മാറും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ഇതെന്തായാലും ഫുൾ കോമഡി എന്റർടൈൻമെന്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്താ വെച്ചാൽ നമ്മുടെ മലയാളം ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വെച്ച് പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് തിയേറ്ററിൽ പോകണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നാലേ നമുക്ക് നമ്മുടേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഗിർ അത് തകർക്കട്ടെ, ആ ഒരു ഗർജനം തിയേറ്ററിനകത്ത് മുഴങ്ങട്ടെ, ചിരിയുടെ ആ ഒരു ഗിർ ശബ്ദം നിലവിൽ പൊങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം, വിശ്വസിക്കാം.